മിസ്റ്റർ ജോസഫ് അലക്സ്, നിങ്ങൾ ഈ ഫയൽ കണ്ടോ? ജില്ലയിൽ ചാർജ് എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളെക്കുറിച്ച് സർക്കാരിന് ലഭിച്ച പരാതികളാ ഇത് നിറച്ചു. ഒന്ന് ഓടിച്ചു നോക്കിയാൽ അറിയാം. യു ആർ ടു മച്ച്, ടു മച്ച്. ഇയാളോട് ഇങ്ങനെ മൈൽഡായിട്ട് കാര്യമൊന്നുമില്ല സി എം. ഫോറൻസിക് സെന്ററിലെ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ നിർദ്ദേശിച്ചനുസരിച്ച് മന്ത്രി ജോൺ വർഗീസും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടായത്. അതായത് വായിച്ച് മെനക്കെടൊന്നുമില്ല സർ. ക്രമസമാധാന പ്രശ്നങ്ങളിൽ വഴിവിട്ട തിടുക്കം, ഡേ ടു ഡേ ഇഷ്യൂസിൽ പോലീസിന്റെയും മറ്റുദ്യോഗസ്ഥ പ്രമാണിമാരുടെയും മുറയിൽ വറ്റിച്ചു കളയുന്ന തരത്തിലുള്ള മേൽക്കോയ്മ ശ്രമം. ഓൾ ടുഗദർ ആൻ ഇഗ്നോമിനിയസ്, ഇംപെർട്ടിനന്റ്, ഇംപ്രൂഡന്റ് ആൻഡ് ഇഗ്നോക്ലാസ്റ്റിക് ഓഫീസർ. നിന്ദിനും തെമ്മാടിയും അവിവേകിയും പിന്നെ മാമൂലികളെ ധിക്കരിക്കുന്നവൻ, ഇദ്ദേഹത്തെ പോലുള്ള പൊതുപ്രവർത്തകർക്ക് പുല്ലുവില കൽപ്പിക്കാത്തവൻ. ഇതൊക്കെയല്ലേ സാർ കൺക്ലൂഷൻസ്? അങ്ങനെ നാവിട്ടടിച്ച് കേമനാവാൻ നോക്കണ്ട. കം ടു ദ പോയിന്റ്. ഈ ഡിസ്ട്രിക്റ്റിലെ മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമവും സമാധാനവും തകരാറാക്കിയാണ് ഇജ്ജ്. അനക്കെതിരെ എന്തൊരു കാറ്റ്! അല്ല, നല്ല കാറ്റേ. എന്താ പൊട്ടം കളിക്കുക? അയ്യോ അല്ല സാർ, സ്വന്തം സമുദായത്തിലെ പട്ടിണി പാവങ്ങളെ പൊട്ടം കളിപ്പിച്ച് ദൈവനാമത്തിൽ അധികാരത്തിലേറുകയും പിന്നെ അഴിമതി വ്യവസായം കൊണ്ട് മൈസൂരിലും മംഗലാപുരത്തും മലപ്പുറത്തും എല്ലാം പഴയ കൊട്ടാരങ്ങൾ വിലക്കെടുത്ത് ഹെറിറ്റേജ് ഹോട്ടലിൽ കെട്ടിപ്പടുക്കുകയും മാത്രം ശീലമുള്ള അങ്ങയ്ക്ക് ഈ കലാപരിപാടികൾക്കെല്ലാം പുറമെ ഇപ്പോ ജനക്ഷേമത്തിനും കൂടെ താല്പര്യമുണ്ടെന്ന് കേൾക്കുമ്പോൾ ക്ഷമിക്കണം സാർ, പെട്ടെന്ന് എനിക്കതൊരു ഷോക്കായി പോയി. നൗ ഐ എം ഓൾ റൈറ്റ്. വിത്ത് ഗുണം. തന്റെ വലിയ അലക്സാണ്ടർ ആണെന്നുള്ള അഹങ്കാരമാണ് സി എം ഇയാൾക്ക്. ഇല്ല സാർ, അലക്സാണ്ടറുടെ മകനായി പിറന്നു പോയതൊരു മഹാസംഭവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പനാരെന്ന് ചോദിച്ചാൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു അലക്സാണ്ടർ ഉണ്ട്. ഒരൊറ്റ അലക്സാണ്ടറേ ഉള്ളു താനും. അല്ലാതെ അപ്പനെ ചോദിച്ചാൽ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് വർക്കിച്ചായന്മാരിൽ ആരെ ചൂണ്ടിക്കാണിക്കുമെന്നുള്ള കൺഫ്യൂഷൻ ഒന്നും എനിക്കുണ്ടാകാറില്ല. നോ, ലെറ്റ്സ് നോട്ട് ഡെൽവ് ഇൻടു ദി ഡീറ്റെയിൽസ്. ഇനി പറഞ്ഞാൽ എന്റെ ഈ നാവ് കൂടെ നാറും. ഒരു അനുരഞ്ജനം എന്ന നിലയ്ക്ക് ഞാൻ അവസാനമായിട്ട് പറയുക, ഡൽഹിയിൽ ഒരു നല്ല പോസ്റ്റ് ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സസിൽ അഡീഷണൽ ഡയറക്ടർ. തന്റെ ഈ ടേസ്റ്റിന് ചേരും. പ്രോപ്പർ ചാനലിൽ ഞാനൊന്ന് ശുപാർശ ചെയ്താൽ? വേണ്ട സാർ, അവനവൻ ആവശ്യമെന്ന് തോന്നുമ്പോൾ മാത്രം അങ്ങ് പുറത്തിറക്കുന്ന ഈ സൂത്രം ഉണ്ടല്ലോ, ഒരുമാതിരി ആവണക്കണ്ണയിൽ കടവറങ്ങിയവന്റെ നയം. അനുരഞ്ജനം, ഐ വുഡന്റ് ബൈറ്റ് ഇറ്റ്. പാവം. എന്നെ നാട് കടത്താനാണ് ഉദ്ദേശമെങ്കിൽ യു പ്രൊസീഡ് വിത്ത് ദാറ്റ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വിഗ്രഹമെടുത്ത് മനസ്സിൽ വെച്ച് സിന്ദാബാദ് വിളിച്ചു പോയിട്ടുള്ളവർ ഒരുപാട് വേദനിക്കും സാർ. ഇന്ന് അങ്ങയുടെ നേർക്കൊരു ചെറുവിരൽ പോലും ചൂണ്ടാൻ മടിക്കുന്ന ഇന്നാട്ടിലെ ജനങ്ങൾ നാളെ ഈ തിരുനെട്ടിയിൽ കൊത്തിവെക്കാൻ അങ്ങേക്ക് പുതിയൊരു സ്ഥാനപ്പേര് കണ്ടുപിടിച്ച് കൽപ്പിച്ചു തരും സാർ. കള്ളനെന്നല്ല, കള്ളന് കഞ്ഞി വെച്ചവൻ എന്ന്. അന്ന് പെരുവഴിയിൽ വെച്ച് ഉടുമുണ്ടുരിഞ്ഞു പോയവന്റെ ഗതികേടുണ്ടാവും സാർ അങ്ങക്ക്. യു ടേക്ക് ഇറ്റ് ഫ്രം മീ. അരേ വാ 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 വാ. What a bombastic explosion! Such a terrific discourse! മുൻപിൽ ഒരു മൈക്കും മൈതാനവും പുരുഷാരവും കൂടി വേണ്ടിയിരുന്നു ജോസഫ്. You could have scored them. Scored like hell. അയ്യോ, മുഖ്യമന്ത്രിമായൊരു മുഖതാവിന് മുൻകൂർ അനുവാദം വാങ്ങിയിരുന്നു സാർ. ആഹാ, കണ്ടോ ആ മൂക്കിന് താഴെ മൗനം കിടന്ന് തിളയ്ക്കുന്നു. കഷ്ടം. ഇങ്ങനെ ഒരു സിറ്റുവേഷനെ ക്ഷോഭിക്കല്ല സാർ വേണ്ടത്. ഇയാളെപ്പോലുള്ളവരേതാ ഇങ്ങനെ തോളത്ത് തട്ടി അനുമോദിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഈ കളക്ടറുടെ കുപ്പായം അഴിച്ചു ഒപ്പിച്ചിട്ട് പിടിച്ച് പാർട്ടി ടിക്കറ്റും കൊടുത്ത് അടുത്ത തെരഞ്ഞെടുപ്പ് എടുത്ത് ജയിപ്പിച്ചെടുക്കണം. പറ്റിയ മന്ത്രിയാക്കണം. അതോടെ തീരും, പിഴച്ചോളും. നട്ടലുള്ളവൻ നാറിയാ പിന്നെ പരമ നാറിയാ സാറേ. ഈ ജനിസിലൊരുത്തൻ കോന്തം കൊല്ലത്ത് പോയതുപോലെ കേന്ദ്രമന്ത്രിയായിട്ട് ഒരാളിരുന്നില്ലേ, അതുപോലെ അല്ലേ തേവള്ളിപ്പറമ്പൻ? ഇവറ്റകളോടൊന്നും വായിട്ടടിച്ചിട്ട് കാര്യമില്ലടൂ. നാട് നന്നാവില്ല. പക്ഷേ ഒന്ന് മനസ്സ് വെച്ചാൽ മതി, താൻ നന്നാവും. കണ്ടില്ലേ, എനിക്ക് ഇദ്ദേഹത്തെ പോലെ കപടമൊന്നുമില്ല. ഫോർ മീ പൊളിറ്റിക്സ് മീൻസ് പവർ ആൻഡ് പവർ മീൻസ് ബിസിനസ്. Correct. And now you have dared to challenge both my power and my business. പക്ഷേ എടോ, ആദർശവും അധികാരവും പ്രതിപക്ഷത്തിന് അടിയറ വെച്ച് ഇയാളും സംഘവും ഇക്കുറി ഇറങ്ങിപ്പോയി കഴിയുമ്പോ ഐ വിൽ ഗ്രാബ് കമാൻഡ്സ്. ഭരണം പോയാൽ പിന്നെ ഖദറിന് കഞ്ഞു പിഴിയാനുള്ള ശേഷി പോലും ബാക്കിയില്ലാണ്ടാവുന്ന എന്റെ പാർട്ടിയിലെ എംബോക്കറുണ്ടല്ലോ, അവരെ മുഴുവൻ ഞാൻ കാറും ബാറും പൂത്ത കാശും കൊടുത്ത് തിരിച്ചെടുക്കും. ഉണ്ണുന്ന ചോറിന് നന്ദി കാണിക്കാൻ പഠിച്ച പട്ടികൾ ഒരുപാടൊന്നുമില്ലാത്ത എന്റെ പാർട്ടിയില്
I will emerge. I will emerge as the omnipotent. പാർട്ടിയിലെ സർവശക്തൻ. So, be there. I will warn you. അന്ന് ഈ രാജ്യത്തെ ഏത് കേറി പോയി ഒളിച്ചാലും നിന്നെ ഞാൻ തേടിപ്പിടിക്കും. ശിക്ഷിക്കാനല്ല, പരിരക്ഷിക്കാൻ. The most belligerent officer around. എന്നും എപ്പോഴും യുദ്ധസന്നദ്ധൻ. I will lift you. എന്റെ മുകളിലേക്കല്ല, എന്റെ തോളപ്പുമല്ല, beneath me. എന്റെ കസേര ചുവട്ടിൽ എന്നെ അനുസരിച്ച് നീ ഉണ്ടാവണം. ഉണ്ടാവും. As my personal secretary in Delhi. Wait until then. It is as simple as... യെസ്, ഐ വിൽ ഒബ്ലൈജ്. ഡൽഹിയിലെ പരമപദത്തിലേക്ക് ചുവട് വെച്ച് കയറും മുമ്പ് ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ പേരിൽ നിന്നെ തളയ്ക്കാൻ എനിക്ക് കഴിയാതെ പോയാൽ പിന്നെ നിന്റെ കസേര ചുവട്ടിൽ ഞാൻ ഉണ്ടാവും. നിന്റെ വിധേയനായിട്ട്, നിന്റെ ഭൃത്യനായിട്ട്, or as your most obedient dog. You can keep my word for that. And mind you, it is as simple as that. കോർപ്പഡയുടെ കീപ്പിന്റെ ബർത്ത്ഡേ പാർട്ടിയാ. 9th August 1987. അടിച്ച് കോങ്കിയായിട്ട് ഈ മോഡലുവിന്റെ നെഞ്ചത്തോട്ടവനെന്ന് കയറാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ ഗോസിപ്പ് കോളത്തിന് ഇങ്ങനെ ഒരു ഹോട്ട് കവറേജ് വരില്ലായിരുന്നു. That's sheer coincidence and luck. അല്ലേ? അപ്പോ കോർപ്പറേറ്റ് രഹസ്യങ്ങൾ ചോർത്താൻ മാത്രമല്ല, ഇതുപോലെയുള്ള തറവേലകൾക്കും പറ്റും നിന്റെ ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഔട്ട്ഫിറ്റ്. കമാ. പിന്നെ എന്തൊക്കെയാണ് ടിപ്സ് ഫ്രം യുവർ ബോംബെ ഓഫീസ്? ടെൽ മീ. और ये है विक्रम परमानंद खोरपड़े. ഇതവന്റെ ജീവചരിത്രം. 15ാമത്തെ വയസ്സിലാണ് ഇപ്പോ ഇവൻ ആദ്യം അകത്ത് പോകുന്നത്. വെറും 1000 രൂപ കൂലിക്ക് ഒരു ടെക്സ്റ്റൈൽ യൂണിയൻ ലീഡറിനെ പുറകിൽ നിന്ന് കുത്തി മലർത്തിയതിന്. ഇത് ഫെറ വയലേഷൻ കേസ് 1989. അന്ന് പക്ഷേ കോടതി മുറിക്കകത്ത് ജഡ്ജി അടക്കം സകലവനെ വെടിവെച്ചിട്ടിട്ട് ഇവനെ രക്ഷപ്പെടുത്തി കളഞ്ഞു. സമീർ പട്ടേലിന്റെ ആൾക്കാർ. Then who is this beggar? ഇവൻ അനന്തൻ, അനന്തശങ്കർ അയ്യർ, വിക്രമിന്റെ ഫസ്റ്റ് ഹെഞ്ച്മാൻ. മലയാളിയാ, നല്ല ഒറിജിനൽ പാലക്കാട് പട്ടർ. പക്ഷേ കയ്യിലിരിപ്പ് മുഴുവൻ നോൺ വെജിറ്റേറിയനാ. വാണ്ടഡ് ബൈ IB ആൻഡ് ബോംബെ പോലീസ്. 93 കൗണ്ടർ റൈഡ്സിൽ ഭയങ്കര ചേരി ഇവിടെ ഒറ്റയ്ക്ക് ബോംബ് വെച്ച് പൊട്ടിച്ച് തകർത്ത് കളഞ്ഞു. പിന്നെതാ ഇത് ഇവന്റെ ഹസ്തരേഖാശാസ്ത്രം. Testify? യെസ് ജോസഫ്, മധുവിന്റെ എന്റെ അനിയന്റെ മരണത്തിന് പിന്നിൽ ഇവനാണ്. സോ ആദ്യം ഇവൻ, പിന്നെ വിക്രം, കമ്മീഷണർ ശങ്കർ, അത് കഴിഞ്ഞാൽ MP ജയകൃഷ്ണൻ. സർ, ഷാൽ വി? യെസ്. പക്ഷേ അവരിലേക്കെല്ലാം എത്താൻ നമുക്കൊരു ഷോർട്ട് കട്ട് വേണം. ദാറ്റ് കുഡ് ബി ദാ ഇവൻ. ടു മേക്ക് എ ഡെന്റ്. യെസ്, ഇബ്രാഹിം ജലാൽ. Mr. Ibrahim Jalal? Hi. Hello. I'm Gopika. Gopika Menon. അത് നമ്മള്
തമ്മിൽ പരിചയമൊന്നുമില്ല. ബട്ട് നാളെ ഈ രാജ്യം ഭരിക്കാനുള്ള ആൾക്കാരല്ലേ നിങ്ങളൊക്കെ? സോ എനിക്കറിയാം, കണ്ടിട്ടുണ്ട്. ടു ബി ഫ്രാങ്ക്, ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. യു മീൻ? ഈവൻ ലാസ്റ്റ് വീക്ക് ഐ സോ യു MP ജയകിഷന്റെ ഒപ്പം എയർപോർട്ടില്. ഓ യു ഓൺ ദിസ് ഹോട്ടൽ? ഇല്ലില്ല, MPD ആണ് ഹോട്ടൽ. ഞാൻ വെറും ഡയറക്ടറാ. ഓ ഗോഡ്, ദാറ്റ്സ് ടു അൺഅസ്യൂമിങ്. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ, ഗോപിക മേനോൻ. പിന്നെതാ ഇവിടെ എന്താണെന്നല്ലേ, പാർലറിൽ പോയിട്ട് തിരിച്ചു വന്നതാ. നോക്കിയപ്പോ മൈ കാർ ഇസ് ഡെഡ്. ഡാം ഇറ്റ്. സോറി ട്ടോ. അല്ല മിസ് ഗോപിക, എവിടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓ പ്ലീസ് നോ, വെറുതെ ബുദ്ധിമുട്ടാവും. ലിഫ്റ്റ് ചോദിക്കാനൊന്നും അല്ല ഞാൻ. റൈറ്റ്, എവിടെയാണെന്ന് പറഞ്ഞാൽ മതി. അയ്യോ പ്ലീസ്. പ്ലീസ് ഡോണ്ട് സേ നോ. യെസ്. താങ്ക് യു. ഗെറ്റ് ഇൻസൈഡ്. നല്ല കീറ് വണ്ടി കേട്ടോ, അടിപൊളി. പിന്നെ എന്ത് ചെയ്യുന്നു ഗോപിക? വാറ്റ്? ഏ? വാറ്റില്ലേ, വാറ്റ്, ചാരായം. ലുക്ക്, വി ആർ ഇൻ ദ ബൂസ് ലൈൻ. അച്ഛനെ കേട്ട് കാണും, KS മേനോൻ, ബാംഗ്ലൂരിലെ മലയാളി ലിക്കർ ബാരൻ, KSR ഗ്രൂപ്പ്സ് ഡിസ്ലറീസ്. ഇവിടെ മുത്തശ്ശിക്ക് സുഖമില്ലെന്നറിഞ്ഞ് വന്നതാ. തറവാട്ടിലിരുന്ന് ബോറടിച്ചപ്പോ അങ്കിളുടെ കാറും എടുത്ത് വെളി ചാടിയതാ ഞാൻ. ജസ്റ്റ് ഫ്രീക്ക് ഔട്ട്. ബാംഗ്ലൂരിലാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ അറിയുന്നല്ലേ? പ്രീക്ക് ഞാൻ പഠിച്ചത് ഇവിടെയാ. അപ്പൊ കണ്ടിട്ടുണ്ട് കോളേജിലെ സമരത്തിന്റെ മുമ്പിലൊക്കെ ഇങ്ങനെ ചെത്തി ഷൈൻ ചെയ്ത്. ഓ ഗോഡ്, ഇങ്ങനെ ചിരിക്കല്ലേ പ്ലീസ്. ആ, ഇവിടെ ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഒരു 20 minutes ഡ്രൈവ്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ യു കെൻ ഡ്രോപ്പ് മീ ദേർ. ഓ ഷുവർ. പിന്നെ ഇഫ് യു ആർ നോ ഹറി, നമുക്കിവിടെ വെറുതെ സംസാരിച്ചിരിക്കാം. ശല്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല അവിടെ. ഇറ്റ്സ് എ റിമോട്ട് പ്ലേസ്. കം. വെരി നൈസ് പ്ലേസ്. അതെ അതെ, വെരി വെരി നൈസ് പ്ലേസ്. കാശ്മീർ തോറ്റുപോകും. എന്താ ഇത്? ചിമിക്ക് പോകരുത് ഗോപിക പ്ലീസ്. എന്റെ അമ്മയുടെ ഗോപിക, ഇങ്ങോട്ട് വേടാ. ഒരു ശ്രീകൃഷ്ണൻ വന്നിരിക്കുന്നു. Bye. Wet drinks, baby. Oh God, sir, ഞാൻ. No, it's my turn. Thank you. And I'm sorry too. But why, sir? For what? ഇങ്ങനൊരു വേഷം കെട്ടിച്ചതിന്. Oh, come on. I loved it. Why? ഈ വേഷം കെട്ടൽ ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല. But since you made me do it. പറയുന്നത് അപ്പാടെ അനുസരിക്കാൻ ഇങ്ങനൊരു അവസരം തന്നതിന്. And sir, I'm afraid I'm falling in. Hey. Thank you. Bye. മാലി മോഡലിൽ ഒരു അസൽ ചരക്ക് വന്ന് മലന്ന് വീണെന്ന് വിചാരിച്ചെടുക്കുമ്പോ വലിച്ചു വിരിഞ്ഞില്ലടാ ഇബ്രാഹിം ബലാലെ. പ്ലീസ്, എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇവനെ വേണം ഞങ്ങൾക്ക്. ഇയാൾ ആരാണ്? എനിക്കറിയില്ല ഇയാളെ. പ്ലീസ്.
സമ്മതിച്ചു, നിനക്കറിയില്ല. പക്ഷേ ഇവനെ ഞങ്ങൾ അറിയും. അനന്തൻ. ഇവന്റെ ഈ ചെരച്ചു വടിച്ചു വരമ്പിറക്കി വെച്ചിരിക്കുന്ന തലയ്ക്ക് ബോംബെ ഇന്റലിജൻസ് പ്രഖ്യാപിച്ചിരിക്കുന്ന വില എന്താ നിനക്കറിയുവോ? 5 ലക്ഷം. 5 ലാഖ് റുപ്പേ. എന്താ, ഒരു ഇൻഫോമറുടെ വേഷം കെട്ടാൻ താല്പര്യമുണ്ടോ യുവ തുർക്കിക്ക്? നോ, നോ ചാൻസ്. താല്പര്യമുണ്ടാവില്ല അല്ലേ മിസ്റ്റർ ജലാൽ? ഞാൻ വൈ യു വാണ്ട് സം വാട്ടർ? ജസ്റ്റ് വെയിറ്റ്. നഗരത്തിലെ നക്ഷത്ര ഹോട്ടലിൽ ബിനാമി ഉടമസ്ഥാവകാശം, സുൽത്താൻ ബത്തേരിയിൽ സ്വർണം വിളയുന്ന കാപ്പിത്തോട്ടം, ബേപ്പൂരിൽ സ്വന്തം പേരിൽ ഫിഷിംഗ് ബോട്ടുകൾ, പിന്നെ വട്ടച്ചെലവിന് സിറ്റിയിൽ 3-4 പട്ടഷാപ്പുകൾ. ഹരവയറൂണിന്റെ സമൃദ്ധിയിൽ നിന്നും ഇങ്ങനെ ആകാശം വരെ എടുത്തുയർത്താൻ കനിവും കരുണയും കാണിച്ച അന്നദാതാവിന്റെ ദ മോസ്റ്റ് ട്രസ്റ്റഡ് ലെഫ്റ്റനന്റിന് ഇപ്പോ 5 ലക്ഷം ഒന്നും കേട്ടാൽ മോഹാലസ്യമൊന്നും വരില്ല അല്ലേ ജലാൽ? സോ കമോൺ, ബി എ ഗുഡ് ബോയ്. എവിടെയുണ്ട് അനന്തൻ? പറയണം. ജേർണലിസ്റ്റ് മധുവിന്റെയും ഡോക്ടർ വിജയിന്റെയും ബ്രൂട്ടൽ മർഡറിന്റെ പിന്നിലെ യെസ്, ദാറ്റ്സ് ഇറ്റ്. നിനക്ക് അനന്തനെ അറിയാം, നിനക്കെല്ലാം അറിയാം. അല്ലെങ്കിൽ കൊലപാതകമെന്ന് കേൾക്കുമ്പോ നീ ഇങ്ങനെ നടുങ്ങില്ല. പറയണം, എവിടെയുണ്ട് ഇവൻ? സർ പ്ലീസ്, എനിക്കൊന്നും അറിയില്ല സർ. പറയാം സർ, പ്ലീസ് പറയാം സർ. Damn it! Damn it! Damn it! നമുക്കെതിരെ അനന്തം മൊഴി കൊടുക്കാൻ പാടില്ല. ऐसा कभी नहीं होना है. अगर हो सकता तो बचाना उनको, नहीं तो खत्म करना, finishing. Because he knows too much.
हाँ जी ആ. Yes. Oh, that is great. Thank you. Thank you, Prasad ji. जरूर पहुंचता हूं मैं. Delhi will see me this day itself. Yes, indeed. പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഡൽഹിയിൽ എത്തിയേ തീരൂ. മന്ത്രിസഭാ വികസനത്തിന്റെ ലാസ്റ്റ് റൗണ്ട് ഡിസ്കഷൻസ് ഞാനവിടെ ഉണ്ടാവണം. സൗത്തിൽ നിന്നുള്ള ലിസ്റ്റിൽ ആദ്യത്തെ പേര് ഈ ജയകൃഷ്ണന്റേതാണ്. अरे वाह शाबाश बाबा താങ്ക് യു. കേന്ദ്രമന്ത്രിക്ക് മൈ സല്യൂട്ട് ഇൻ അഡ്വാൻസ്. താങ്ക് യു. ഡൽഹിയില് ഗോവിന്ദമേനോനെയും കറുപ്പയ്യ ദേവനെയും എല്ലാം വരിഞ്ഞു കെട്ടി വരച്ച വരെ നിർത്താനുള്ള തന്ത്രങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ടാ കഴിഞ്ഞ തവണ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതങ്ങ് ഏറ്റു. മുതുക്കന്മാർ രണ്ടും ഫ്ലാറ്റ്. സോ ഒന്നുകിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം, അതല്ലെങ്കിൽ നിയുക്ത കേന്ദ്ര സഹമന്ത്രി എന്നുള്ള നിലയ്ക്ക്. അങ്ങനെ ജയകൃഷ്ണൻ ഇനി ഈ കേരളത്തിന്റെ മണ്ണിൽ തിരിച്ച് കാലൂത്തേ ഉള്ളൂ. വിക്രം, ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും സബ് ബിൽക്കുൽ ടീക് ഹോനാ ചാഹിയേ. Done. ആ പിന്നെ എയർപോർട്ടിൽ എന്നെ സ്വീകരിക്കാൻ നീ ഉണ്ടാവണം മുൻനിരയിൽ. അതെ യെസ്. പാർട്ടി ഓഫീസിൽ പ്രവർത്തകരെ കണ്ട് യാത്ര ചോദിച്ചു വേണം പുറപ്പെടാൻ. എങ്കിലേ നാളത്തെ പത്രങ്ങളിൽ പ്രോപ്പർ കവറേജ് ഉണ്ടാവും. യെസ്. ഗ്രാൻഡ്. ജയകൃഷ്ണൻ എം പി